നിങ്ങൾ അറിഞ്ഞു കാണും, ഹൂത്തി മിസൈൽ, അതായത് യമനിൽ നിന്ന് ഇറാൻ്റെ പ്രോക്സിയായ ഹൂത്തികൾ ഇസ്രായേലിലെ ഏറ്റവും സെൻസിറ്റീവ് പ്ലേസ് ആണ് ബെൻഗൂറിയൻ എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതിൻ്റെ ടെർമിനൽ 3 ഹൂത്തികൾ പറയുന്നത് അത് സൂപ്പർ ഹൈപ്പർസോണിക് മിസൈലായിരുന്നു. അത് ഹിറ്റ് ചെയ്തു, 6 പേര് ഇഞ്ചുവേർഡായി. അതിൻ്റെ ഒരാളുടെ നില അല്പം ഗുരുതരമാണ്, ആരും മരിച്ചില്ല. പക്ഷേ സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇത് ഇസ്രായേലിന് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. അപ്പം അതിനെപ്പറ്റി അവർ എൻക്വയറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻറ്റേർണലായിട്ടുള്ള എക്സ്റ്റേണലായിട്ട്. IDF എൻക്വയറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പറയാൻ കാരണം ഇസ്രായേലിൻ്റെ തന്നെ ഇസ്രായേൽ അമേരിക്കൻ ജോയിൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ആരോ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അത് ലോകത്തിലെ ഏറ്റവും നല്ല മികച്ചതാണെന്നാണ് പറയുന്നത്. അതേപോലെ അമേരിക്ക കൊടുത്ത താഡ്, അതും എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണെന്ന് അമേരിക്ക പറയുന്നത്, ടാഡ് 2. പിന്നീട് അമേരിക്ക കൊടുത്ത പാട്രിയോട്ടിക് എയർ ഡിഫൻസ് സിസ്റ്റം, അത് 2, അതിൻ്റെ വേരിയൻ 2 ആണ്. അതേപോലെ തന്നെ ഇസ്രായേൽ ഡെവലപ്പ് ചെയ്ത അയൺ ഡോം. ഇതിനെയെല്ലാം പെനട്രേറ്റ് ചെയ്തിട്ട് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ബെൻഗൂറിയൻ എയർപോർട്ടിൽ ഇത് ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലി ഡിഫൻസിനുള്ള വലിയൊരു ഡാം മിസ്റ്റേക്കാണ്. ചെറിയ മിസ്റ്റേക്കല്ല, ഡാം മിസ്റ്റേക്ക്. കാരണം എയർപോർട്ടിലെ ആൾക്കാർ യാത്രയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്, ഏറ്റവും സെൻസിറ്റീവ്. കാരണം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു താമസിക്കുന്ന സ്ഥലം എത്രമാത്രം പ്രാധാന്യമാണ് ഇസ്രായേലിൻ്റെ ഈ പറയുന്ന ബെൻഗൂറിയൻ എയർപോർട്ടിൽ ഈ സംഭവം ഹൂത്തികൾ അയച്ച മിസൈൽ വന്ന് വീണത്. അപ്പോൾ അത് ഇസ്രായേലിൻ്റെ ഡിഫൻസിനുണ്ടായ ഏറ്റവും വലിയ പാകപ്പിഴയാണ്. അതായത് ഹമാസ് ഇസ്രായേൽ വാറിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും സെൻസിറ്റീവായിട്ട് ഹൂത്തികൾ നടത്തിയ അറ്റാക്കായത്. അത് ഇറാനെ കൊണ്ട് പോലും സാധിച്ചിട്ടില്ല, ഹമാസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അവിടെയാണ് ഹൂത്തികൾ അവിടെ സക്സസ്ഫുൾ ആയത്. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട്, ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും ഇസ്രായേലിൻ്റെ റിട്ടാലിയേഷൻ, തിരിച്ചടി. ബെന്നി ഗ്രാൻസ് ഉണ്ട്, അവിടുത്തെ പഴയ ആർമിയുടെ ചീഫായിരുന്നു. അദ്ദേഹം അവിടുത്തെ സീനിയർ പൊളിറ്റിക്കൽ ലീഡറാണ്. ഒരു ചെറിയ ടൈമിൽ അദ്ദേഹം അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇത് യമനിൽ നിന്ന് വിട്ടതല്ല, ഇത് ബേസിക്കലി ഇറാനാണ് ഇതിൻ്റെ പിറകിൽ. യമൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇങ്ങനെ കേപ്പബിലിറ്റി ഒന്നുമില്ല, ഹൂത്തികൾക്കും ഈ കേപ്പബിലിറ്റി ഇല്ല. ഇത് ചെയ്തിരിക്കുന്ന ഇറാനാണ്. അവിടെയാണ് പോയിന്റ് നമ്മൾ ഇന്നത്തെ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇറാൻ ഇതേപോലെ ഒരു സൂപ്പർസോണിക് മിസൈൽ ഈ ഒരു സന്ദർഭത്തിൽ ബെൻഗൂറിയൻ എയർപോർട്ടിനെയും, അതായത് സെൻസിറ്റീവായിട്ടുള്ള ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് പാഞ്ഞത്? അതിന് കാരണമാണ്. അപ്പം ഞാൻ നേരത്തെ 2-3 വീഡിയോയിലായിട്ട് ചില പാർട്ടുകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഇറാൻ്റെ പ്രധാനപ്പെട്ട സതേൺ ഇറാൻ്റെ അവരുടെ പോർട്ട് സിറ്റിയിലുണ്ടായ സ്ഫോടനം, ഏകദേശം ഇറാൻ പറയുന്ന 48 പേരാണ്, പക്ഷെ മരിച്ചവരുടെ എണ്ണം ഏകദേശം 500-ന് മുകളിലാണ്. അവിടെ മിസൈലിൻ്റെ ഫ്യൂവൽ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത സ്ഥലമാണ്. അവിടെയാണ് ഈ ബ്ലാസ്റ്റ് ഉണ്ടായത്. കണ്ടെയ്നറിനകത്ത് കൊണ്ടുവന്ന ഒരു ഷിപ്പ് ഉൾപ്പെടെയാണ് ബ്ലാസ്റ്റിൽ തകർന്നു പോയത്. അപ്പം ആ ഒരു ബ്ലാസ്റ്റ് എടുക്കും. അതിനുശേഷം മറ്റൊരു ഇഷഫാറ്റ് എന്ന് പറയുന്ന സിറ്റിയിലുണ്ടായ ബ്ലാസ്റ്റ്, അത് ഗൺ പൗഡർ ഉണ്ടാക്കിയ ഫാക്ടറിയിലാണ് ബ്ലാസ്റ്റ് ഉണ്ടായത്. അത് വലിയൊരു ഡിഫൻസിൻ്റെ മിലിറ്ററി കോമ്പൗണ്ടായിരുന്നു, ക്യാമ്പസ് ആയിരുന്നു. ഏകദേശം 3000 പേര് വർക്ക് ചെയ്യുന്ന സ്ഥലം. അതിനെപ്പറ്റി എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ പറയുന്നില്ല. അതായത് ഇന്ന് ടെഹ്റാൻ അടുത്തുള്ള മെഷാദ് എന്ന് പറഞ്ഞ സിറ്റിയിൽ അവർ പറഞ്ഞ് ബുള്ളറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി അല്ല, അത് ബുള്ളറ്റ് ഉണ്ടാക്കുന്നതല്ല, അത് ഡിഫൻസിൻ്റെ എക്യുപ്മെൻ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ ബ്ലാസ്റ്റ് ഉണ്ടായി. ആ ബ്ലാസ്റ്റ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നിടം വരെ അത് കെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്, ഇപ്പോൾ നമ്മൾ ആ ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും, ഏകദേശം 12ഓളം വിവിധ ബ്ലാസ്റ്റുകളിൽ ഏകദേശം 1000-ൽ പരം ഇറാനികളും ഇറാനിയൻ പട്ടാളക്കാരുമാണ് കൊല്ലപ്പെട്ടത്. അതൊരു സാഡ് പാർട്ടാണ് ഇറാൻ. കാരണം ഇവർക്ക്
അത് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. സബോട്ടാജ് ആണോ? അവർ പറയുന്ന എല്ലാം ടെക്നിക്കൽ ഫെയിലിയറാണ്. പക്ഷേ ഈ നടത്തിയിരിക്കുന്നതിന് പിറകിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം, ഇസ്രായേൽ തന്നെയാണ്. അത് ഇറാന് ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അതിൻ്റെ പാർട്ടായിട്ട് ഇസ്രായേലിൻ്റെ മൊസാദാണ് ഈ പറയുന്ന ഭാഗങ്ങളിൽ മുഴുവനും ബ്ലാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബ്ലാസ്റ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അല്ലെങ്കിൽ അവിടെ ഹൂത്തികൾ അറ്റാക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഈ മെഷാദ് എന്ന് പറഞ്ഞ ആ സിറ്റിയിൽ വലിയ സെൻസിറ്റീവ് ആയുള്ള സിറ്റിയാണ് ഡിഫൻസിൻ്റെ. അപ്പം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്, അപ്പം അവിടെ ഉണ്ടായി. അതായത് കണ്ടിന്യൂ ആയിട്ട് ഏകദേശം ഞാൻ ഈ 10-12 ബ്ലാസ്റ്റുകൾ പറയുന്നത് ഇറാൻ സമ്മതിച്ച ബ്ലാസ്റ്റുകളാണ്. പക്ഷെ അൺഒഫീഷ്യലായിട്ട് പറയുവാണെങ്കിൽ അത് ഏകദേശം 100-ന് മുകളിൽ ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട് പല ഭാഗത്തായിട്ട്. അവിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏകദേശം 3000-ന് മുകളിലാണ്. ഇതിലധികം പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത്, കാരണം ആർമിയുമായിട്ടും അവിടുത്തെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഈ ബ്ലാസ്റ്റിൻ്റെ പ്രതികാരം എന്ന നിലയിലാണ് ഇത് ഇറാൻ ഈ ഹൂത്തികളെ കൊണ്ട് ചെയ്യിക്കാനുണ്ടായ സാഹചര്യം. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം അമേരിക്കയും ഇറാനും തമ്മിലുള്ള 3 റൗണ്ട് ഡിസ്കഷൻ കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തേത് യമനിൽ നടന്നു, രണ്ടാമത്തെ റോമിൽ നടന്നു, വീണ്ടും മൂന്നാമത്തത് യമനിൽ നടന്നു. സ്റ്റീഫൻ വിറ്റ്കോഫാണ് അമേരിക്കയ്ക്ക് വേണ്ടി ആ നെഗോസിയേഷനിൽ പങ്കെടുത്തത്. അത് ഏകദേശം ഇവിടെ ഒരു ധാരണയാകാതെ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതും. അതേപോലെ തന്നെ ഇന്ന് ബ്രിട്ടനിൽ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, വലിയ ആക്രമണം നടത്താൻ വേണ്ടി 7 പരം ഇറാനിയൻ ആൾക്കാർ ശ്രമിക്കുക. അവരെ കൈയോടെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ആ നിയമം അനുസരിച്ച് അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ എങ്ങനെയായിരിക്കും ഇസ്രായേൽ ഇതിന് റിട്ടാലിയേഷൻ കൊടുക്കുക? നിങ്ങൾക്കറിയുന്ന വസ്തുതയാണ്, അമേരിക്ക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹൂത്തികളുടെ മുകളിൽ ബോംബിടുകയാണ്. ആ ബോംബിങ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനൊരു റിട്ടാലിയേഷൻ ഉണ്ടായത്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇപ്പം അമേരിക്ക ആയിരിക്കില്ല ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. നേരിട്ട് ഇസ്രായേൽ തന്നെ ആയിരിക്കും ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് അമേരിക്ക കംപ്ലീറ്റ് ആയിട്ട് കവറിങ് കൊടുക്കും, അവരുടെ ബേസുകൾ മുഴുവനും. അതേപോലെ ബ്രിട്ടീഷ് ഫോഴ്സും ഫ്രഞ്ച് ഫോഴ്സും ഇറാനിൽ നിന്ന് വരുന്ന വെപ്പൺസ് മുഴുവനും തടയുന്ന പരിപാടി അവർക്കായിരിക്കും. അതേപോലെ അമേരിക്കൻ ബേസും അതേപോലെ ജോർദാൻ, സൗദി അറേബ്യയും ഇതിനകത്ത് ജോയിൻ്റ് ആയിട്ട് ഇറാനെതിരെ നിൽക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം ഈ വെപ്പൺസ് എല്ലാം UAE-ക്കെതിരെ സൗദിക്കെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്, ജോർദാനെതിരെ പോലും. ഇപ്പം ഇങ്ങനെയുള്ളൊരു സംഭവം നമ്മൾ മുന്നിൽ കാണുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇസ്രായേൽ റിട്ടാലിയേറ്ററി അറ്റാക്ക് ഇറാനെതിരെ ചെയ്യാൻ പോകുന്ന നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിനപ്പുറമായിരിക്കും. കാരണം നേരത്തെ അവർ പറഞ്ഞിരുന്നു, കാരണം 2.5 മണിക്കൂർ അറ്റാക്കിൽ അവർ പറഞ്ഞിരുന്നു അവർ ന്യൂക്ലിയർ വെപ്പൺസും ഇറാൻ്റെ സൈനിക താവളങ്ങളെ അറ്റാക്ക് ചെയ്യുകയില്ല. പകരം അവർ വെച്ചിരിക്കുന്ന സ്റ്റോറേജുകളുണ്ട്, ആൻറ്റി എയർക്രാഫ്റ്റ് സിസ്റ്റം ഉണ്ട്, X-300 അങ്ങനെയുള്ള പല സിസ്റ്റങ്ങളുണ്ട്, മിസൈൽ ലോഞ്ചേഴ്സ് ഉണ്ട്. ഇതിനൊക്കെയാണ് അവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം അവർ അറ്റാക്ക് ചെയ്യുന്നത് അവരുടെ ന്യൂക്ലിയർ വെപ്പൺസും അവരുടെ പവർ സ്റ്റേഷനും, അതായത് ഇറാൻ്റെ നടുവൊടിക്കുന്ന രീതിയിലാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഇസ്രായേൽ ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതോടുകൂടി മിക്കവാറും ഇറാൻ എന്ന് പറയുന്ന രാജ്യം എന്നേക്കുമായിട്ട് ഇല്ലാതാകാനുള്ള സാഹചര്യം ഇന്നത്തേക്ക് ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം എല്ലാവരും കൂടി ഇറാനെ കയറി അങ്ങ് പൊതിഞ്ഞ് നാശമാക്കും. കാരണം ഇതോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം തീരുന്നതോടുകൂടി വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം എന്നേക്കുമായിട്ട് ഇല്ലാതാകും. കാരണം അവർ ഷിയ മുസ്ലിം, അത് എഗേൻസ്റ്റ് സുന്നികൾ, മറ്റുള്ള അമേരിക്കയ്ക്കെതിരെ, ഇസ്രായേലിനെതിരെ, മറ്റുള്ള രാജ്യങ്ങൾക്കെതിരെയൊക്കെ നടക്കുന്ന ഒരു ഇസ്ലാമിക് ഷിയ സുപ്രമസി, അതായത് സുപ്പീരിയർ ആ ഭരണം, അതോടെ ഇന്നത്തേക്ക് 10 ദിവസം കഴിയുമ്പം ലോകത്ത് നിന്ന് എന്നേക്കുമായിട്ട് ഇത് ഇല്ലാതാകാനുള്ള സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ. അതിൻ്റെ എൻഡ് റിസൾട്ട് ആയിരിക്കും വരാൻ പോകുന്നത്. അതിൻ്റെ വേണ്ടിയാണ് ഈ പറയുന്ന ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ഡിഫൻസ് സെക്രട്ടറി ആണെങ്കിലും ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ആണെങ്കിലും അവരുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വളരെ ഷാർപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ശക്തമായി 7 മടങ്ങ് കൂടുതലുള്ള അറ്റാക്ക് ആയിരിക്കും പ്രതീക്ഷിക്കാവുന്നത്. അതായത് ഇപ്രാവശ്യം ഹൂത്തികൾക്ക് നേരെ മാത്രമല്ല, അത് ഇറാനെതിരെയും തിരിഞ്ഞ് ഏകദേശം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സുപ്രമസി ആ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ എന്നേക്കും ഇല്ലാതാകാൻ
ഇന്ന് മുതൽ 10 ദിവസം ഒരു ടൈം മാത്രമാണ് എൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ഇത് കാണുവാൻ സാധിക്കുന്നത്.